അവൻ വന്നു. അച്ഛാ, I'm sorry, ഗോഹാൻ. എന്നോട് ക്ഷമിക്കണം. അവൻ പോയി. ഗോകു പോയി. കാക്കറാട്ട്. ഇല്ല. ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഒരു മാരക വൈറസ് ബാധയാൽ ഗോകു തന്റെ പ്രിയപ്പെട്ടവരോട് വിട പറഞ്ഞു. ഇനി അങ്ങോട്ട് വരാനുള്ള ഭീകരമായ ദുരന്തങ്ങളുടെ ഒരു മുന്നോടി മാത്രമായിരുന്നു ഈ ദുഃഖകരമായ സംഭവം. തുടർന്ന് കാണൂ. 6 മാസങ്ങൾക്ക് ശേഷം സൗത്ത് സിറ്റിയിൽ നിന്ന് 9 മൈൽ അകലെ 2 ഭീകരന്മാർ ഒന്നിച്ചാക്രമണം നടത്തി. ഭൂമിയുടെ രക്ഷകർ അവരുമായി പോരാടാൻ തുടങ്ങി. ആ പോരാട്ടത്തിൽ ആദ്യം പോരാടിയത് പിക്കോളോയാണ്. ആദ്യം വീരമൃത്യു വരിച്ചതും, അതിനുശേഷം വിജിറ്റ, പിന്നെ യാംച, പിന്നെ ടിയാൻ. ക്രില്ലിന് പോലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അസാമാന്യ ശക്തിയുള്ള 2 പേർ എവിടെ നിന്നോ ഭൂമിയിലേക്ക് വന്നതായിരുന്നു അത്. ഭൂമിക്ക് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത്. ഒരു കറുത്ത യുഗത്തിന്റെ. ഫ്യൂച്ചർ ഓഫ് ട്രാൻസ്. 13 വർഷങ്ങൾക്ക് ശേഷം നമ്മളെ മറ്റവർ കണ്ടുപിടിക്കുവാണ്, ഉറപ്പായിട്ടും കൊല്ലും. മനസാക്ഷി ഇല്ലാത്തവരാണവർ. അങ്ങനെ അവരും പോയി പേടിച്ചോടിക്കൊണ്ട്. മണ്ടന്മാരായ മനുഷ്യർ. ഭീരുക്കൾ എന്ന പേരിന് ഇവരെക്കാൾ മറ്റാരുമില്ല. നമുക്ക് അവർക്ക് ഒരു അടിപൊളി സർപ്രൈസ് കൊടുക്കണം. തീർച്ചയായും നീ അത് ചെയ്, ഞാൻ കണ്ടോണ്ടിരിക്കാം. ഓക്കെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെടിക്കെട്ട് കാണുന്ന പോലെയുള്ളൂ. പേടിക്കണ്ട. ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? പെപ്പർ സിറ്റി മുഴുവനും ചുട്ടി ചാമ്പലാക്കിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിന്റെ മുഖചിത്രമാണ്. ഇവിടെ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും റിസ്ക് എടുക്കാനുള്ള സമയമാണ്. ഞാൻ പോയി ഭക്ഷണം തേടട്ടെ. കഷ്ടകാലത്തിന് നിനക്ക് ധൈര്യം അഭിനയിക്കാൻ പോലും അറിയില്ല. അതാണ് സത്യം. ഈ ആൻഡ്രോയിഡ്സ് ഭയങ്കരന്മാരാ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്കൊരു 20 അടി താഴേക്ക് മുങ്ങിയാലോ? താഴേക്കല്ല പോകേണ്ടത്, മുകളിലേക്കാ. ഞാൻ പോകുന്നത് പെപ്പർ സിറ്റിയിലേക്കാ. ഞങ്ങൾ ഇട്ടിട്ട് പോകാനോ? ഞങ്ങൾ വെറും പന്നിയും പൂച്ചയും ആമയുമാണ്. ഞങ്ങൾക്ക് നിങ്ങളെ വേണം. പോകാൻ അനുവദിക്ക്. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? യെസ്. അത് ഫ്രീയാ. നീ അതിന് കാശ് തരണ്ട. Thanks. ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെയുണ്ട്. നന്നായിട്ടുണ്ട്. അതെ Yes. അതെ അതെ. Hmm. അല്ല അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തോ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോണ്ട് പൊക്കോ. ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. നീ നിന്റെ ജീവൻ രക്ഷിച്ചു. താങ്ക് യു. ഞാൻ ചിലപ്പോ ആൻഡ്രോയിഡ് ആയിരിക്കും, പക്ഷെ ഞാനൊരു പെണ്ണാണ്. ഭാഗ്യം രക്ഷപ്പെട്ടു. എനിക്ക് കുറച്ച് നല്ല ഡ്രസ്സുകൾ കിട്ടി. ഹ, ഞാൻ വളരെ സുന്ദരിയാണെന്ന് പോലും അയാൾ പറഞ്ഞു. ഓ, ഓ നോ, ഞാൻ അവനെ വെറുതെ വിട്ടതാ. ഒന്ന് പറയട്ടെ 70, ഞാൻ അവനോട് കള്ളം പറഞ്ഞതായിട്ട് അവന് തോന്നുള്ളൂ. അതത്ര നല്ലതല്ല. സോറി, ഞാൻ അറിയാതെ ചെയ്തതാ.
എന്റെ പിന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കത്തിയെരിയുന്ന പെപ്പർ സിറ്റിയാണ്. ആൻഡ്രോയിഡുകളുടെ ഏറ്റവും വലിയ ടാർഗറ്റും ഇതായിരുന്നു. അവർ നമുക്കെതിരെയാണ്. അടിപൊളി. ഞാൻ കൊല്ലുന്ന ഓരോരുത്തർക്കും എനിക്ക് 10 പോയിന്റ് വെച്ച് കിട്ടും. അവരിപ്പോൾ ഞങ്ങൾക്ക് മുകളിലൂടെയാണ് പറന്നു പോയത്. സിറ്റി തകർത്ത ശേഷം അവർ അത് ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നു, എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല. അവർക്ക് എന്ത് ധൈര്യം ഉണ്ടാവണം? അവർ എല്ലാ ഗ്രഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ത് സംഭവിക്കുന്ന അറിയാതെ പേടിച്ചോടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങനെ ജീവിക്കും നമ്മൾ? അവർ എത്രയും വേഗം തടഞ്ഞേ പറ്റൂ. അമ്മ മതി, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ പിന്നെ വന്നോളാം. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്ത് പറ്റി ട്രങ്ക്സ്? ഇല്ല, വേണ്ട. NO ആ എയുടെ അടുത്തേക്ക് വിട്ട് എന്റെ മകനെ കൊല്ലാൻ കൊടുക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒരിക്കലും നടക്കില്ല. ട്രങ്ക്സ്, നിനക്ക് മനസ്സിലായോ? ട്രങ്ക്സ്, വേണ്ട. നീ ജീവനോടെ തിരിച്ചെത്തണം. അതാണ് എനിക്ക് എന്നും വേണ്ടത്. ഇത്രയും വേഗത്തിൽ നിങ്ങൾ എവിടെ പോവാണ്? ഓയ്യാ, ഇനിയാണ് കളിയെ ആരംഭിക്കാൻ പോകുന്നത്. എന്താ നീ ഈ ചെയ്യുന്നേ? ഒരു കാര്യം പറയട്ടെ 70, നീ ഒരു ചെറിയ കുട്ടിയെ പോലെയുണ്ട്. നീ ചെയ്യുന്നതൊക്കെ കുട്ടിയെ പോലെയാ. നമുക്ക് ഇവിടുന്ന് പോവാം. സന്തോഷം കളയാൻ വേണ്ടി മാത്രം വന്നോളും. ഓ, മിണ്ടാതിരി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എല്ലാരും മരിച്ചുപോയി. ഇതൊന്നും ശരിയല്ല. ഗോഹാൻ, ഇവരെന്താണ് ഈ ചെയ്യുന്നത്? നിരപരാധികളായ ആൾക്കാരെ കൊന്നുകളഞ്ഞു. നമ്മുടെ ജീവിതം ഇനി ഇതുപോലെ ആയിരിക്കുമോ? ഈ ജീവിതം ഇനി വേദന നിറഞ്ഞതായിരിക്കുമോ? ഇതെല്ലാം കണ്ടു നിൽക്കുന്നതിലും ഭേദം പോരാടി മരിക്കുന്നതാ. ഇല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ എനിക്ക് ചുമ്മാ നോക്കിയിരിക്കാൻ കഴിയില്ല. പ്ലീസ് എന്നെ പരിശീലിപ്പിക്കൂ. നിങ്ങൾക്ക് മാത്രമേ ഇത് കഴിയൂ. എനിക്ക് പോരാടണം. കമോൺ ഗോഹൻ, നീയും എന്നെ പോലെ പാതി ചെയ്യാനല്ലേ. എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലാവുമല്ലോ. ഈ ദേഷ്യം ഞാൻ എങ്ങനെ മാറ്റണമെന്ന് നീ പറഞ്ഞതാ. ഗോഹാൻ, നീ കുട്ടിയാണ് ട്രാങ്ക്സ്. നീ ഒരിക്കലും ഇമോഷണൽ ആവാൻ പാടില്ല. ഞാൻ എന്റെ അച്ഛനായിട്ട് പോരാടുമ്പോ എന്റെ അമ്മയും ഇതുപോലെ ഇമോഷണൽ ആവുമായിരുന്നു. നിനക്കറിയോ അത്? ഇനി മുതൽ ഞാനാണ് നിന്റെ ഗുരു, നീയാണ് എന്റെ ശിഷ്യൻ. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? തീർച്ചയായും ഇതിനു വേണ്ടിയിട്ടാ ഞാൻ കാത്തിരുന്നത്. അതെ, എനിക്കതറിയാം. ഞാൻ എത്തി. അമ്മ തിരിച്ചു വന്നു എന്നാ തോന്നുന്നു. പെട്ടല്ലോ. പ്ലീസ് അമ്മയോട് പറയല്ലേ. ആ, ശരി. ഹലോ, നീ ഇവിടെ ഉണ്ടോ? നിന്നെ ജീവനോടെ കണ്ടതിൽ സന്തോഷം. നീ എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നുണ്ടോ? അതോ നിനക്കും എനിക്കും വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് പോയി ഷോപ്പ് ചെയ്യണോ? നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് അമ്മ തന്നെ ഷോപ്പ് ചെയ്തോ. നിന്നെ കണ്ടിട്ട് എത്ര നാളെ ഗോഹാൻ? നീ എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. ഹായ്. ട്രങ്ക്സ് ആൻഡ്രോയിഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോയപ്പോ തന്നെ നീ എന്തായാലും വന്നല്ലോ. ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് നമുക്കിനി കണ്ടറിയാം. ഗോഹാൻ, നിങ്ങളൊരു പ്ലാനും ചെയ്യുന്നില്ലല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നേ ഇല്ല നിങ്ങളത്ര മണ്ടന്മാരാണെന്ന്. ആരും അത്ര വിഡ്ഢികളൊന്നും അല്ല, ശരിയല്ലേ?
ഇപ്രാവശ്യം നീ ഇവിടെ കുറച്ചുനാൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ കാണുന്ന തന്നെ വല്ലപ്പോഴോ. ഞാൻ ആ പഴയ ദിവസങ്ങൾ ഓർമ്മിക്കാറുണ്ട്. നാമക്കിന്റെ കൂടെ നമ്മളന്ന് യാത്ര ചെയ്തത് നിനക്കൊരു ഓൾ ടൈം അഡ്വഞ്ചറായി തോന്നുന്നില്ലേ? തിന്നാൻ തുടങ്ങാം. കഴിച്ചു തുടങ്ങാം. കുറച്ചുകൂടി തരുമോ? അതെ, അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. ഓ അങ്ങനെയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഓ തീർച്ചയായും. നീ കഴിക്കുന്നത് കാണാനും നിന്റെ ശക്തിയും നിന്റെ സ്വഭാവവും എല്ലാം അതുപോലെ തന്നെയാണ് ഗോഹാൻ. അറിയാമോ, നിന്റെ നോട്ടം പോലും അവനെ പോലെ തന്നെയാണ് ഗോഹാൻ. എന്റെ അച്ഛനെ പോലെ ആവണം എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാ, അറിയോ? അതുകൊണ്ടാ അച്ഛൻ ഇടുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ഞാൻ ഇടുന്നത്. നീ ഇത്രയധികം ശക്തിശാലിയായി ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഗോഹാൻ. ആൻഡ്രോയിഡ്സിന്റെ കൂടെ നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തെന്ന് ഞാൻ കേട്ടല്ലോ. അത് സത്യമാണോ ഗോഹാൻ? എന്തേ? അതേലോ. നീ സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം, ട്രങ്ക്സിന് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാണ് ആഗ്രഹം. നീ അവനോടൊന്ന് സംസാരിക്ക്. അവൻ നീ പറയുന്നത് കേൾക്കൂ. ഏയ് കുഴപ്പമില്ലല്ലോ, നിനക്ക് ഇത്ര കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, കൈകൾ നല്ല ബലത്തിൽ പിടിച്ചിട്ട് നന്നായിട്ട് നീന്ത്. എന്നാ എടുത്തോ ട്രങ്ക്സ്. ഞാൻ മുങ്ങുന്ന സമയത്ത് നോക്കി നിന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ടവലും കൊണ്ടുവരുന്നോ? അതെ. ഓ, അപ്പൊ ഇതാണല്ലേ റോയൽ ട്രീറ്റ്മെന്റ്. ഗോഹാൻ, നിനക്ക് എന്റെ അച്ഛനെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ? അമ്മ അച്ഛനെ കുറിച്ചൊന്നും പറയാറില്ല. പിന്നെ കുട്ടിക്കാലത്ത് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ, എനിക്ക് അറിയണമെന്നുണ്ട്. അയാൾ ഒരു ടഫായ മനുഷ്യനായിരുന്നു, ഭയങ്കര പവർഫുൾ ആയിരുന്നു, വല്ലാത്ത പിടിവാശിയുള്ള ആളായിരുന്നു അദ്ദേഹം. ആ, അത് ശരി. ഇത് തന്നെയാണ് അമ്മയെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്. ചീച്ചി, ഇത് ഞാനാ. ആഹാ, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നോ? വാ വാ വാ. ബുദ്ധിയുണ്ടോന്ന് എനിക്കറിയല്ല, പക്ഷേ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. പിന്നെ ഗോഹനെ പറ്റി ഒരു റൂമർ കേട്ടല്ലോ. ഗോഹാനോ? അയ്യോ, അവനൊന്നും പറ്റില്ലല്ലോ. അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ ആ ആൻഡ്രോയിഡുകളെ എതിർക്കാനുള്ള പദ്ധതി ഇടുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഈ പയ്യനോട് ഞാൻ ഇനി എന്താ പറയണ്ടേ? എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും നീ വിഷമിക്കാതിരിക്കും മോളെ, എല്ലാം ശരിയാകൂന്നേ. അതെ, അവനെ വിട്ടു കൊടുക്കേണ്ടി വന്നാ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട അച്ഛ? എനിക്ക് അവൻ മാത്രല്ലേ ഉള്ളൂ. കാക്കു, ട്രങ്ക്സ്, കുട്ടികളെ ഓർക്കണം, അന്ന് നീ എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കേ, ശരിക്കും ആലോചിക്കേ. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അത്ഭുതമായിട്ടുണ്ട്. അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിക്കുന്നു. റോളർ കോസ്റ്ററിൽ റൈഡ് ചെയ്യാൻ മറക്കരുത്. ഈ നാടിനെ ഒരു അത്ഭുതമായ ഉയർച്ചയിൽ കാണാൻ സാധിക്കും. അത് വരുന്നേ. നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആരും ബെൽറ്റ് അഴിക്കരുത്. എക്സ്ക്യൂസ് മീ ഫോക്സ്, നിങ്ങൾ ലൈനിൽ പുറകിലല്ലേ നിൽക്കേണ്ടത്? വാ അടയ്ക്ക്, ഞങ്ങളെ ഇവിടെ ആദ്യം വന്നത്. മാം, അത് പിന്നെ ഇവിടുത്തെ റൂൾസ്. ആരാ ഉണ്ടാക്കി? അയ്യോ, എല്ലാവരും ഓടിക്കോ. അടിപൊളി രസമുണ്ട്. ഹലോ ടോം, മിലീഷ, ഹലോ, ഞങ്ങൾക്ക് ഇവിടെ സഹായം വേണം.
എത്രയും പെട്ടെന്ന് വരണം, വേഗം വരണം പ്ലീസ്. കൊള്ളാലോ. കണ്ണടച്ചു നോക്ക്, രസമുണ്ട്, അടിപൊളി. ഇവിടെയാണുള്ളത് ട്രാങ്ക്സ്. നല്ലൊരു സീറ്റ് ചൂസ് ചെയ് 17. ഓ, ഇവന് മഞ്ഞ മുടിയല്ലേ ഉണ്ടാകുക, പക്ഷെ ഇന്ന് കറുത്ത മുടിയാണല്ലോ. അതെ, എന്നെ പോലാകാൻ നോക്കുവാണ് അവൻ. ഇവൻ നമുക്ക് വന്ന് വന്ന് വലിയ ശല്യമാണ്. എന്താ പറയുന്നേ, നമുക്കിന്ന് ഇവനെ തീർത്ത് കളഞ്ഞാലോ? ഉറപ്പായും. ട്രാങ്ക്സ്, ഇവരുടെ കാര്യം ഞാനേറ്റു. ശരി. വാവ്, അടിപൊളിയായിട്ട് പോരാടുന്നു. ഏയ്, എന്തിനാണ് നീ ഇടയ്ക്ക് കയറി വന്നത്? അവൻ നന്നായിട്ട് പോരാടുന്നുണ്ട്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവനെ അവസാനിപ്പിക്കാം. ഗോഹാൻ, അവസരം കിട്ടുമ്പോ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഗോഹാന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂല്ലേ? നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ നീ ചെയ്യും. ഞാൻ കാണട്ടെ. ഓ നോ, ട്രാങ്ക്സ്. Die! അവൻ എങ്ങനെയാണ് നമ്മുടെ അടുത്തുനിന്ന് ഓടിപ്പോയത്? എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പറഞ്ഞതല്ലേ നമ്മൾ ഒരുമിച്ച് അവനെ ഇന്ന് തീർക്കുമെന്ന്. ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാത്തത് വളരെ മോശമാണ് 17. നീ പിടിവാശിക്കാരിയാണല്ലോ. അതെ, നമ്മൾ പറഞ്ഞത് എന്തായാലും ചെയ്തേ മതിയാകൂ. അതൊരു കോമൺ സെൻസ് ആണ്. എനിക്കറിയാം, പക്ഷെ അവൻ രക്ഷപ്പെട്ടല്ലോ. മനസ്സിലായോ? അതെ. ചുമ്മാ നമുക്ക് അവിടെ പോയി വെടിവെക്കാം. ഇവിടെ ഉണ്ടേ അവൻ ചാവട്ടെ. കൂൾ. നിനക്ക് തോന്നുന്നുണ്ടോ അവനെ കിട്ടിയെന്ന്? എനിക്കറിയില്ല. നീ എന്തെങ്കിലും ഒച്ചയോ ബഹളോ എന്തെങ്കിലും കേട്ടോ? നോ. എങ്കിലവൻ മരിച്ചിട്ടില്ല. അതെങ്ങനെ നിനക്കറിയാം? അവൻ ബലശാലിയാ. അവൻ ഒച്ചയുണ്ടാക്കാതെ ഇരിക്കാനും അറിയാം. ഇതുകൊണ്ട് എനിക്ക് ദേഷ്യമാണ് വരുന്നത്. ഹാ, എന്തിന്? എന്തുകൊണ്ടാ നീ അങ്ങനെ പറയുന്നത്? ഇപ്പൊ അവന് എന്ത് പറ്റിയെന്നറിയാതെ നമ്മളിങ്ങനെ ഇരിക്കുമല്ലേ? അതെ, നീ പറയുന്നത് ശരിയാണ്. നല്ല ദേഷ്യം വരുന്നുണ്ട്. ഛേ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പറയ്. ബാ, വീട്ടിൽ പോവാം. Yeah.
ഇത് ഞാൻ മറന്നുപോയി. ഒരെണ്ണോ ഇനി ബാക്കിയുള്ളൂ. ശരി, തീരുമാനം എടുക്ക്. നിന്റെ അച്ഛനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എടാ മോനെ, നീ ശരിക്കും ബലശാലിയാണ്. എന്നാ കഴിക്ക്, ജീവൻ തിരിച്ചു കിട്ടട്ടെ. നീ ജീവനോടെ ഉണ്ടാവണം. ഓക്കെ, ഇത് കൊള്ളാം. നൈസ്, നല്ല ഇംപ്രൂവ്മെന്റ്. എന്റെ ദൈവമേ, എന്ത് പറ്റി ട്രാങ്ക്സ്? അവന്മാരെ അടിക്കാൻ പോയി, ഞങ്ങൾ അടി വാങ്ങിട്ട് വന്നു. ഓ, നിന്റെ കൈക്ക് എന്ത് പറ്റി? ട്രാങ്ക്സ്, നീ അവനെ ബെഡിലേക്ക് കിടത്ത് വേഗം. ഗോഹാൻ നോക്ക്, ഇതിന് കുറച്ച് വേദന ഉണ്ടാവും. നീ അനങ്ങാതിരിക്കണം. ഇതാ ഇത്രേ ഉള്ളൂ. എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. ഗോഹാനാണ് സൂപ്പർ വേൾഡിലേക്ക് പോയി ആൻഡ്രോയിഡ്സുമായി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ നീ എന്തിനാണ് അവന്റെ കൂടെ പോയത്? എങ്ങനെ എന്നോട് ചുമ്മാ ഇരിക്കാൻ പറയാൻ പറ്റും? അപ്പോ ട്രങ്ക്സ്, നീ അത് തീരുമാനിച്ചോ? നിന്റെ ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്റെ അമ്മയാണെന്ന് നീ ഓർക്കണം ട്രങ്ക്സ്. ഈ കൊച്ചു കുട്ടികളെല്ലാം എന്തിനാ അവരുടെ പാരന്റ്സിനെ വെറുതെ മണ്ടന്മാരാക്കുന്നത്? ഒരാഴ്ചത്തേക്ക് എഴുന്നേക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ആൻഡ്രോയിഡ്സ് എവിടെയാണുള്ളത്? അങ്ങനെ തന്നെ ട്രങ്ക്സ്, നിന്നെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നീ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. ആൻഡ്രോയിഡ് അവർ വെറും ക്രൂരരാണ്. അവരെന്നെ കൊല്ലും, നിന്റെ അമ്മയെ കൊല്ലും, നിന്നെയും കൊല്ലും. നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും നശിപ്പിക്കും, ഒന്നും ബാക്കി വെക്കില്ല. നിന്റെ എല്ലാ ദേഷ്യവും നീ പുറത്ത് കാണിക്ക ട്രങ്ക്സ്. പാവം കുട്ടികളെ കൊല്ലുന്നത് വലിയ തെറ്റാണ്. നിന്റെ എല്ലാ ശക്തിയും പുറത്ത് കൊണ്ടുവരണം. ദേഷ്യം പുറത്ത് കാണിക്കുന്നത് തെറ്റല്ല. ദേഷ്യം പുറത്ത് കൊണ്ടുപോവാ, എന്നിട്ട് ഇത് ആയുധമായിട്ട് ഉപയോഗിക്കേ. നിന്നെ കൊണ്ട് സാധിക്കും ട്രങ്ക്സ്. ഒന്നിനെയും പേടിക്കണ്ട. നിന്റെ ശക്തി മുഴുവൻ പുറത്ത് കൊണ്ടുപോവാ. ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏയ്, അതൊക്കെ വിട്. കുറച്ചു നേരത്തൊക്കെ സൂപ്പർ സായനെ പറ്റി നമുക്ക് മറന്നു കളയാം. ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്തേ? നിങ്ങൾ എന്റെ മാസ്റ്ററാണ് ഗോഹാൻ. പ്ലീസ് എന്നോട് പറ, എന്താ ചെയ്യാൻ പറ്റാത്തെ? നിന്നെ കൊണ്ട് പറ്റും, ശരിക്കും പറ്റും ട്രങ്ക്സ്. ശരിയായ മോട്ടിവേഷൻ നിനക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്കത് ഒരുപാടുണ്ട്. ആൻഡ്രോയിഡ്സ് പിക്കളോനെയും ക്രില്ലിനെയും കൊന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കത് കിട്ടുന്നുണ്ട്. അതെനിക്കൊരു വലിയ വേദനയാണ്. ആ വേദന വാശിയായി മാറി എല്ലാ ശക്തി എനിക്ക് കിട്ടും. ഇനി ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ല. ലോകത്തെ സംരക്ഷിക്കണമെങ്കിൽ അവരെ നമ്മള് ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഇവിടെ ഒറ്റയ്ക്ക് പോരാടാൻ കഴിയില്ല. അവരിതുവരെ മതിയാക്കിയില്ലേ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇനി അവരെ വെറുതെ വിടാൻ പാടില്ല. ഗോഹാൻ, നീ ഇപ്പൊ പോവണ്ട. ഇവിടെ നോക്ക് ട്രങ്ക്സ്, എന്ത് സംഭവിച്ചാലും നീ ഇവിടെ നിന്ന് പുറത്തു വരരുത്. എന്താ നീ എന്താ പറയുന്നേ? നീ ഒറ്റയ്ക്ക് പോവണ്ട. നിനക്ക് അവരുടെ കൂടെ ഒറ്റയ്ക്ക് പോരാടാൻ കഴിയില്ല. നീ പറയുന്ന കേക്ക്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ നോക്കേണ്ടി വരും, മനസ്സിലായോ? പക്ഷെ ഞാനിപ്പോ നേരത്തെ ശക്തനാണ്, മറക്കണ്ട. ഇത്രയും പരിക്കോടെ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് പോവാൻ അനുവദിക്കില്ല. പ്ലീസ് ഗോഹാൻ, ഞാനും നിന്റെ കൂടെ വരാം. ഓക്കെ ട്രങ്ക്സ്, നീ പറയുന്നത് ഞാൻ കേൾക്കാം. അവരെ നമുക്ക് അടിച്ചോടിക്കാം. ശരി, കൂൾ. എന്നോട് ക്ഷമിക്കണം ട്രങ്ക്സ്. കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് താങ്ങാനാവില്ല. ഇതെന്റെ പോരാട്ടമാണ് അനിയ. നീ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. കരയുന്ന ശബ്ദം എന്റെ കാതിൽ കേൾക്കുന്നുണ്ട് ട്രങ്ക്സ്. അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് പറഞ്ഞത്. എന്നെങ്കിലും ഒരു നാൾ നീ എന്നെ മനസ്സിലാക്കും. വീണ്ടും കാണാം.
കമോൺ, നമുക്ക് ഇവിടുന്ന് പോവാം. എല്ലാ മനുഷ്യരും മരിച്ചുപോയി. ഇനി ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് നീ ഈ ബിൽഡിംഗ് തകർക്കുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ല. മടുപ്പോ? ഇതത്ര മടുപ്പല്ലല്ലോ. 2 മണിക്കൂർ നീ ഡ്രസ് എടുത്തപ്പോ ഞാൻ വെറുതെ നിന്നില്ലേ, അതാണ് ബോറിംഗ്. മനസ്സിലായോ നിനക്ക്? ഇത് ശരിക്കും ഭയങ്കര രസമുണ്ട്. നീ എൻജോയ് ചെയ്യ്. ഓ എന്റെ അമ്മ, ഇവന് ഇനിയും എന്താ ചെയ്യേണ്ടത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ ചെറിയ കുട്ടിയെ പോലെയാണ്. ഹേയ്, നമ്മൾ ഒരാളെ മിസ് ചെയ്തു. 10 പോയിന്റ് കൂടെ കിട്ടിയല്ലേ? ഓ, നമ്മളിപ്പോ ഒരുമിച്ചാണല്ലോ. ഓ മൈ ഗോഡ്, നിന്റെ ഷർട്ടെല്ലാം കീറിപ്പോയല്ലോടാ. നല്ലൊരു എൻട്രി ആയിരുന്നത്. ഇപ്പൊ നീ എൻജോയ് ചെയ്തോ. കുറച്ച് കഴിയുമ്പോ നീ മരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷർട്ടാണ് നീ കീറിക്കളഞ്ഞത്. സന്തോഷം നീ തിരിച്ചു വന്നതിൽ. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ ഞങ്ങളുടെ ടൈ ബ്രേക്ക്. ഇവനെ ആദ്യം കൊല്ലുന്നവർ വിന്നർ. ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ടൈ ഉണ്ടാവില്ല. 70 ഗോ. നിങ്ങളെ കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല. എന്നെ കീഴടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇനി ഒരു പക്ഷെ നിങ്ങൾ എന്നെ കൊന്നെന്നിരിക്കട്ടെ, എന്റെ സ്ഥാനത്ത് വേറെ ഒരാൾ വന്നിരിക്കും. അത് ഉറപ്പാ. ഇതിനുശേഷം നിങ്ങൾക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല. ആരെയും കൊല്ലാൻ സാധിക്കില്ല. എനർജി ഷീൽഡ്. നീ മരിക്കാൻ പോകുന്നത് മഴയും ഇടിയും കാണാൻ വന്നത് കണ്ടോ? എനിക്ക് അവസാനമില്ല. എനിക്ക് അവസാനമില്ല. ഗോഹാൻ, നോ. എന്തിനാ നീ ഇങ്ങനെ ചെയ്ത ഗോഹാൻ? എന്തിനാണ് നീ ഒറ്റയ്ക്ക് പോയത്?
ഗോഹാൻ നോ നോ ഗോഹാൻ എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? എന്തിനാ എന്നെ വിട്ടുപോയത്? നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഓ ഗോഡ് നോ. അവര് നിന്നെ എന്താ ചെയ്ത ഗോഹാൻ? നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീയായിരുന്നു എനിക്കെല്ലാം. എന്റെ എല്ലാം. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഗോഹാൻ 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 വർഷത്തിന് ശേഷം. ഹേ മോം, എന്താ ചെയ്യുന്നേ? ഓ, വീണ്ടും റിപ്പയർ ജോലികളൊക്കെ തുടങ്ങിയോ? നിനക്ക് എന്നെ കണ്ടിട്ട് മണ്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ നിന്റെ മുത്തശ്ശനെ പോലെയാണ്. അദ്ദേഹമാണ് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സയന്റിസ്റ്റ്. പക്ഷെ ടൈം ട്രാവൽ ചെയ്യുന്ന മെഷീൻ മുത്തശ്ശൻ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. നിന്റെ മുത്തശ്ശന് സമയത്തിനെ കുറിച്ച് ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം രാപ്പകലില്ലാതെ ജോലി ചെയ്തിരുന്നു. നിനക്കറിയാമോ ട്രാങ്ക്? നിന്റെ പഴയ സ്പിരിറ്റ് ഒക്കെ എവിടെ പോയി ട്രാങ്ക്? നിനക്ക് ഗോകുന്റെ കൂടെ ആ ആൻഡ്രോയിഡ്സിനെ തോൽപ്പിക്കണ്ടേ? ഇവിടെ നോക്കമ്മ, മരിച്ചുപോയവർ കഴിഞ്ഞ കാലത്ത് നിന്ന് വന്ന് എന്നെ ആൻഡ്രോയിഡ്സിനെ കൊല്ലാൻ സഹായിക്കണ്ട. എനിക്കത് വേണ്ട. ഞാൻ വിചാരിച്ച അത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഞാനൊരു സൂപ്പർ സൈനാണ്. നിനക്കറിയാലോ, ഗോഹാനും അങ്ങനെ തന്നെയാണ് ട്രാങ്ക്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നീ കണ്ടല്ലേ? നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി നീ പോയി ചാവ്. ഞാൻ ആന്റിഡോട്ട് ഗോകുന് കൊടുത്തോളാം. നിനക്കൊട്ടും ക്ഷമയില്ലാതെ നീ ഇങ്ങനെ പെരുമാറിയ അതിലൂടെ ഗോഹാന്റെ സന്തോഷം മാത്രമാണ് നീ വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഗോഹാനെ കുറിച്ച് എന്നോട് പറയണ്ട. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, എന്റെ മാസ്റ്റർ ആയിരുന്നു. അമ്മയ്ക്ക് എന്തറിയാം? ഒരു പ്രത്യേക അറിയിപ്പ്. ആൻഡ്രോയിഡുകളുടെ ആക്രമണത്തെ കുറിച്ചുള്ള പ്രത്യേക അപ്ഡേറ്റ് ആണിത്. ബ്രിഡ്ജ് ടൗൺ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സിറ്റിയിൽ നിന്നും പുറത്തേക്കുള്ള ഒരേ ഒരു മാർഗം തകർക്കപ്പെട്ടിരിക്കുന്നു. ബ്രിഡ്ജ് ടൗൺ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിവിടെ അടുത്താണല്ലോ. എനിക്കറിയാം ട്രങ്ക്, നീ അങ്ങോട്ട് പോകാൻ പോകുന്നില്ല, അങ്ങനെയല്ലേ? അതെ, ഞാൻ പോവാ. എനിക്കിത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇതിന് വേറെ മാർഗമുണ്ട് ട്രങ്ക്. നമുക്ക് ടൈം മെഷീൻ ഉപയോഗിക്കാം. ഓക്കേ, ഇതിനു വേണ്ടിയാ കാത്തിരുന്നേ. പ്രതികാരത്തിനുള്ള സമയമായി. നീ മരിച്ചത് വെറുതെ ആവില്ല ഗോഹാൻ. ഹേയ്, നീ പോവാൻ തയ്യാറാണോ? ശരി, പോവാം. അതെ, ഇവിടെ ഭയങ്കര ബോറടിക്കുന്നു. ഇപ്പൊ നിനക്ക് എല്ലാം ബോറടിക്കുന്നു. എന്തിനാ എപ്പോഴും ഇത് പറയുന്നത്? അതെ, അതുകൊണ്ട് നിങ്ങളുടെ മരണത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ ആൻഡ്രോയിഡ്സ്? അപ്പൊ ബോറടിക്കില്ലല്ലോ. ഇനി ബോറടിക്കാൻ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല. ഞങ്ങള് മരിക്കുന്നു. തമാശയായിട്ടുണ്ട്. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പെൺകുട്ടിയുടെ ദേഹത്ത് കൈ വെക്കുന്നു. ഇത് ന്യായമല്ല. എന്റെ കയ്യിൽ ആയുധമില്ലല്ലോ. ഓ, എന്റെ മുടി ഇതിന് വളരാൻ പോകുന്നില്ല. ഓ, ഇപ്പൊ ഞാൻ ആരാന്ന് കാണിക്കാം. 70 നോക്ക്. നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നു.
ഹലോ, സ്പെഷ്യൽ ഡെലിവറി. I did it. എന്തിനാ അവൻ ഇത്ര സന്തോഷപ്പെടുന്നത്? അതിന് മാത്രം ഇവൻ എന്ത് ചെയ്ത്? എന്തു പറയാനാ, അവൻ എന്റെ ഡ്രസ്സ് മുഴുവൻ അഴുക്കാക്കി. ഇതാണ് ഇവൻ എന്തോ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞത്. ഇവർക്ക് എന്താ ഒന്നും പറ്റാത്തെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ധൃതി വെച്ച് എടുത്തു ചാടി ഇതൊക്കെ ചെയ്തത് തെറ്റായി. നമ്മളിപ്പോ ശ്മശാനത്തിലാ ഉള്ളത്. നിനക്ക് നിന്റെ അമ്മയെ വേണം. എവിടാ നിങ്ങള്? ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതൊരു ശ്മശാനമാണ്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അവനവിടെ പോയി. പിക്കബൂ, ഞാൻ കണ്ടുപിടിച്ചേ. നിനക്ക് സ്റ്റെപ്പിലെങ്കിലും കയറി പോയായിരുന്നു. എന്ത് ചെയ്യാൻ, മണ്ടന്മാർ. പാടുള്ള വഴി മാത്രമേ എടുക്കത്തുള്ളല്ലേ? ഏയ്, ഇവിടെ നീ നല്ല ബോറായിട്ടായത്. നീ എവിടെ പോയാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന തോന്നില്ല കേട്ടോ. ഇവനുമായിട്ട് കളിച്ച് ബോറടിച്ചു. നമുക്കിവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? തീർച്ചയായും. ഇവനെ ഞാൻ തന്നെ കൊല്ലട്ടെ. ചത്തില്ലേ നീ? ഇവൻ കൊള്ളാം. ഞാൻ വിചാരിച്ചേക്കാട്ടും സ്ട്രോങ് ആണ്. അവൻ ചത്തു. എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഡോക്ടർ ഷിറോക്ക് ഞങ്ങളെ ഉണ്ടാക്കിയത് ഈ ലോകം ഭരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേയില്ല. എപ്പോഴൊക്കെ ഞങ്ങൾ ആളുകളെ കാണുന്നോ ഞങ്ങൾക്ക് ദേഷ്യം വരും. ആളുകളെ ഞങ്ങൾ വെറുക്കുന്നു. നിങ്ങൾ മോൺസ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവര് നിരപരാധികളായിരുന്നു. എത്ര ചെറിയ കുട്ടികളെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്.
ഇനി ഇങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇപ്പൊ താഴെ വീണേനെ. അവന്റെ മുടിയുടെ കളർ മറിയും നോക്ക് നീ. ഓ, അപ്പൊ ഇവൻ ഫേക്ക് ആണോ? ഇങ്ങനെ അഭിനയിക്കുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. എല്ലാവരും എപ്പോഴും എന്നെ കോപ്പി ചെയ്യാൻ നോക്കും. ഇനി ആവശ്യമുണ്ടാകില്ല. ഈ കൊച്ചു ചെറുക്കനെ ഞാൻ ഇപ്പൊ തന്നെ തീർക്കാം. ഇവിടെ വെച്ച് തന്നെ. ചത്തുപോ. ഞാൻ ഇവനെ ഇല്ലാതാക്കാം 17. ട്രങ്ക്സ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മോനെ. നിന്റെ അമ്മ കൂടെയുണ്ട്. എല്ലാം ശരിയായി. അമ്മ, അമ്മ എങ്ങനെ ഇവിടെ? ഞാനല്ലാതെ വേറെ ആരാ മോനെ? നിന്നെ സ്നേഹത്തോടെ നോക്കി കൂടെ ഉണ്ടാവേണ്ടത് ഞാനല്ലേ? എന്നോട് ക്ഷമിക്കമ്മ. അമ്മ പറഞ്ഞത് തന്നെയായിരുന്നു ശരി. അവരെ ഞാൻ ഒറ്റയ്ക്ക് നേരിടാൻ പാടില്ലായിരുന്നു. വളരെ ശക്തരായിരുന്നു അവർ. അതൊക്കെ പോട്ടെ മോനെ, ഒന്നും പറ്റിയില്ലല്ലോ. എനിക്ക് നീ ജീവനോടെ ഉള്ളത് തന്നെയാണ് ആശ്വാസം മോനെ. അമ്മ, നിങ്ങളുടെ ടൈം മെഷീൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പോവാൻ തയ്യാറാണ്. ട്രങ്ക്സ്, ബ്ലാങ്കറ്റ്സിന് താഴെ നിന്റെ കയ്യും കാലം ഉണ്ടെന്ന് നീ മറക്കരുത്. ഇപ്പൊ നീ പറയുന്നത് ടൈം മെഷീനിലേക്ക് പോവാൻ തയ്യാറാണെന്ന്. ആദ്യം നീ സുഖം പ്രാപിക്കട്ടെ, ഓക്കെ? 2-3 ആഴ്ചത്തേക്ക് നീ വിശ്രമിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തണം. അതിനുശേഷം നമുക്ക് ആന്റിഡോട്ട് ഗോകുവിനെ കൊണ്ടുപോയി കൊടുക്കാം. ഗോഹാന്റെ അച്ഛനല്ലേ? അദ്ദേഹം അത്രയ്ക്ക് ശക്തനാണോ? അദ്ദേഹത്തെ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ സാധിക്കുമോ? ഓ യെസ്, തീർച്ചയായും അവരെ കൊണ്ട് പറ്റും. ഇതിൽ ശക്തി മാത്രമല്ല പ്രധാനം ട്രങ്ക്സ്. ഗോകു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യും. നീ അവരുടെ കൂടെ നിന്നാ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അവരെപ്പോഴും അങ്ങനെ തന്നെയാ. കേട്ടിട്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഗോഹാനെ വീണ്ടും കാണാൻ പോവാൻ. അത് മാത്രമല്ല, എനിക്ക് എന്റെ അച്ഛനെ കാണാൻ സാധിക്കും. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നീ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് മോനെ. നീ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് എന്തുമാത്രം അഭിമാനം ഉണ്ടെന്ന് നിനക്കറിയാമോ? ഇന്ന് നിന്നെ കാണാൻ നല്ല ഹാൻഡ്സ് ആയിട്ടുണ്ട് ട്രങ്ക്സ്. ഞാൻ തീർച്ചയായും നിന്നെ മിസ് ചെയ്യും. ഇതാണല്ലേ ഗോകുവിനുള്ള ആന്റിഡോട്ട്? അതെ, നീ ഇത് എവിടെയും കൊണ്ടുപോയി കളയരുത്. ശരി, ഞാൻ പോയിട്ട് വരുന്നവരെ അമ്മ വിഷമിക്കാതിരിക്കണം കേട്ടോ. ഉറപ്പായും. നിനക്ക് എന്നെ അറിയാലോ. എനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞു. ട്രങ്ക്സ്, നീ പോയിട്ട് വേഗം തിരിച്ചു വരണം. I love you. I love you too, Trunks. എനിക്ക് നീ എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയില്ല. പോയിട്ട് വേഗം തിരിച്ചു വാ ഗോകു. ഇനി ഇവൻ നിന്റെ കയ്യിലാണുള്ളത്.奴らがほら接近遭遇僕らの味方はそうさ無抵抗歴史なんて信じないだからバッチリ決めてくれ